ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഓരോ കമ്പനികളുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെയൊക്കെ അനാലിസിസ് നടത്തുന്ന അല്ലെങ്കിൽ കമ്പനി സ്റ്റഡി നടത്തുന്ന ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. സുമിത് സെക്യൂരിറ്റീസ് ആണ് ഇന്ന് നടത്തുന്ന കമ്പനിയുടെ പേര്. ഓക്കെ, അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസ് വീഡിയോ ആണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയ ഡേറ്റാസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ് ആൻഡ് ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇത് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഒട്ടുമേ അല്ല. ഇത് നമ്മൾ ഓരോ ബിസിനസ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ആ ഒരു കാഴ്ച കണ്ണിൽ മാത്രം കാണുക. നിങ്ങളും ഈ ബിസിനസ് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഞാൻ വീണ്ടും ആയിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കമ്പനിയുടെ പേര് സുമിത് സെക്യൂരിറ്റീസ് എന്നാണ്. എത്ര പേര് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. എൻ്റെ ഒരു റഡാറിൽ വന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ കമ്പനി എന്ന് പറയുന്നത് ഒരു നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC രജിസ്റ്റേർഡ് കമ്പനിയാണ്. RBIയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് ആൻഡ് ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്താണ്? പ്രധാനപ്പെട്ട ബിസിനസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. എന്തിലാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്? ഷെയറിലും സെക്യൂരിറ്റീസിലാണ്. ഷെയറിലും സെക്യൂരിറ്റീസിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത കമ്പനികളിലടക്കം അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പം അതൊരു ഇൻട്രസ്റ്റിംഗ് ബിസിനസ്സാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കമ്പനികൾ അല്ലേ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് സുമിത് സെക്യൂരിറ്റീസ് എന്ന കമ്പനി നടത്തുന്നത്. സുമിത് എന്നാണ് ഞാൻ വായിക്കുന്നത്, പ്രൊണൗൺസിയേഷൻ തെറ്റുണ്ടോ എന്ന് അറിയത്തില്ല. ഓക്കെ, എന്നാലും ക്ഷമിക്കുക. ഓക്കെ, അപ്പം ഇത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് 2233 രൂപയാണ് ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. കമ്പനി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കമ്പനി ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ എല്ലാം മനസ്സിലാക്കിയിരിക്കണമല്ലോ. നമുക്ക് ജസ്റ്റ് കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ടെക്നിക്കൽസിലേക്ക് പോകാം. ഒരു NBFC ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. 1997ലാണ് ഇത് ഇൻകോപ്പറേറ്റ് ചെയ്തത്. RBIയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് സുമിത് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. റവന്യൂ എന്ന് പറയുന്നത് റവന്യൂ മിക്സ് ഫിനാൻഷ്യൽ 2022 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിവിഡൻഡ് ഇൻകം 82% ഉണ്ട്. കാര്യം അവർ ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ഡിവിഡൻഡ് ഇൻകം എന്തായാലും ഉണ്ടാവും. സോ അതിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം എന്നത് 2% ആണ്. ഓക്കെ, ഇവർ വെവ്വേറെ പോർട്ട്ഫോളിയോ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് ലിസ്റ്റഡ് കമ്പനീസും അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസും ഇവർ എന്താ പറയുക വാങ്ങി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് പറഞ്ഞുതരാം. സിയാറ്റ് ലിമിറ്റഡ് ഉണ്ട്, CG പവർ ഉണ്ട്, പിന്നെ നമ്മുടെ ഹാരിസൺ മലയാളം ഉണ്ട്, റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട്, RPG ലൈഫ് സയൻസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതെല്ലാം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവർ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഇതൊരു ഹോൾഡിംഗ് ഫേമും കൂടെയാണ്. ഓക്കെ, ആൻഡ് അതല്ലാതെ അൺകോട്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് ഇവിടെ കയ്യിലുള്ളത് ബോംബെ മെർക്കൻറ്റൈൽ ബാങ്ക് ഉണ്ട്, സ്പെൻസേഴ്സ് ഉണ്ട്, റാഡോ ടയർസ്, CFL ക്യാപിറ്റൽ ഫിനാൻസ് സർവീസ്, അങ്ങനെ കുറച്ച് കമ്പനികളും ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഫോളോ SSH LLP എന്ന് പറയുന്നതാണ് ഇവരുടെ ഒരു എന്താ പറയുക മേജർ ഷെയർ ഹോൾഡർ, പ്രൊമോട്ടറാണ് ഇതിൻ്റെ സുമിത് സെക്യൂരിറ്റീസിൻ്റെ. പിന്നെ നമുക്ക് ഇവിടെ ചാർട്ടൊക്കെ പിന്നെ നോക്കാം. പിന്നെ വേറെ എന്താണ് നമുക്ക് ബേസിക്കലി അറിയേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്രീനറി നോക്കി ഇവരുടെ പ്രോസ് ആൻഡ് കോൺസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? കമ്പനി ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. ബട്ട് ഇതിൽ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കമ്പനിയിൽ ഈ ഒരു നെഗറ്റീവ് സൈഡായിട്ട് നമ്മുടെ കോൺസിൽ ഇതിൽ കിടക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ഇവിടെ ക്വാർട്ടേഴ്സ് ഒന്ന് നോക്കിയിട്ട് വരാം. ക്വാർട്ടറിൽ റിസൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിൽസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാർച്ചിൽ 10 crores ആണെങ്കിൽ ഇപ്പോൾ 28 crores ആയിട്ടുണ്ട്. എക്സ്പെൻസ് 15 crores നിന്നും 1 crore ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവിൽ നിന്നും 27 crores ആയിട്ട് വന്നിട്ടുണ്ട്. അതൊരു ഗുഡ് സൈൻ ആണെന്ന് തോന്നുന്നു. ആൻഡ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ 27 കോടിയാണ്, -5 നിന്നും. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് പിന്നെ നോക്കാം. സെയിൽസ് നോക്കാം. ഇയർലി നോക്കുകയാണെങ്കിൽ മാർച്ച് 2024 102 കോടിയാണെങ്കിൽ മാർച്ച് 2025 119 കോടിയായിട്ട് വരുന്നുണ്ട്. എക്സ്പെൻസ് അപ്പോൾ 4 നിന്ന് 5 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 2025 114 കോടിയാണ് അവർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നേടിയത്. ഓക്കെ, അത് നല്ലൊരു ഫിഗറാണ്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് 69 കോടിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ബിസിനസ് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എല്ലാ ഫ്ലക്ച്വേഷൻസും ഇവർക്കും ബാധകം തന്നെയായിരിക്കും അല്ലേ. ക്യാഷ് ഫ്ലോ നോക്കാം. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മാർച്ച് 2025 74 കോടിയാണ്. ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവാണ്. ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കമ്പനികൾ നമുക്ക് പഠിക്കാൻ നോക്കാം. ഫിനാൻസൊക്കെ നോക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് കണ്ടിന്യൂസ്ലി 74.64% ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ടേഴ്സ് കുറേ കാലമായിട്ട്. അത് 2022 തൊട്ട് 2025 വരെയും പ്രൊമോട്ടേഴ്സ് ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഈക്വലായിട്ട് പോകുന്നുണ്ട്. FIA ഹോൾഡിംഗ് 0.04% ആണ്, മൈന്യൂട്ട് ആയിരുന്നു. ബട്ട് കഴിഞ്ഞ കൊല്ലം 2024 0.04 ആയിരുന്നെങ്കിൽ 2025 മാർച്ച് കഴിഞ്ഞ ക്വാർട്ടറിൽ 0.04% ആയിരുന്നെങ്കിൽ ഇപ്പോൾ ജൂൺ ക്വാർട്ടറിലായപ്പോഴത്തേക്കും 0.07% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. DISൻ്റെ ഹോൾഡിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0.27% ആയിരുന്നു, 0.30%. മൈന്യൂട്ടായിട്ട് FIAസും DISും ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈറ്റായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ അല്ലാതെ പബ്ലിക്കിൻ്റെ നോക്കുകയാണെങ്കിൽ 24.98% ആണ്, അത് ലൈറ്റ്ലി കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്കലി ഇവരുടെ ബിസിനസ്സിൻ്റെ ഒരു ഫിനാൻഷ്യൽസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ കമ്പനിയിൽ ഒരു ഭാവി സാധ്യത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനിവിടെ ചാർട്ടും കൂടെ നമുക്ക് ഇനി നോക്കാം. ഈ ചാർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സുമിത് സെക്യൂരിറ്റീസിൻ്റെ ചാർട്ടിലേക്ക് പോകാം.
ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് മനസ്സിലായത്, ഈ സുമിത് സെക്യൂരിറ്റീസിൻ്റെ ഹൈ എന്ന് പറയുന്നത് എവിടെയായിരുന്നു? 3700 റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. എത്ര റേഞ്ച് വരെ എത്തി? മോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഒരു 60% ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു സുമിത് സെക്യൂരിറ്റീസ്. ശേഷം ഈ സ്റ്റോക്ക് ഒരു ബേസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു കുറച്ചധികം കാലമായിട്ട്. ആൻഡ് ഏത് റേഞ്ചിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്? ലോ എന്ന് പറയുന്ന 1399 എന്നുള്ള റേഞ്ചായിരുന്നു. ആൻഡ് മാർക്കറ്റ് ഇപ്പോൾ ഒരു ബേസ് ഉണ്ടാക്കിയ ശേഷം സ്ട്രക്ചർ ബ്രേക്കൊക്കെ തന്ന് നിൽക്കുകയാണ് സുമിത് സെക്യൂരിറ്റീസ്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലോങ് ടേം റെസിസ്റ്റൻസ് ഇവിടെ നിൽപ്പുണ്ട്. അതായത് 2340 അല്ല 2350 ഈ ഒരു റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ട് 2446 ഈ ഒരു ഹൈ എന്തായാലും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അതിന് ഈ 2449 ശേഷം ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ഈ സ്റ്റോക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു അക്യുമുലേഷൻ ഫേസിൽ നിൽക്കുകയാണ്. ഒരുപാട് കമ്പനികൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഈ കമ്പനി ഇപ്പം ഈ ഒരു അക്യുമുലേഷൻ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഒരുപാട് ഓർഡേഴ്സ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് നിലവിലുണ്ട് ഈ കമ്പനിയിൽ. ആൻഡ് ഇവിടെ കണ്ടില്ലേ 1000 ഈ ഒരു റേഞ്ചിൽ നിന്ന് വന്ന ഒരു ബൈയിങ് പ്രഷർ അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. നോക്കി ഒരു ഡൗൺ സൈഡ് തന്ന ശേഷം ഈ സ്റ്റോക്ക് ഒരു അപ്പ് സൈഡ് തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ ഒരു ഇടക്കാലത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് അവിടെ നിന്ന് എന്താണ് നടക്കുന്നത്? 1021 EMIക്ക് അടുത്തായിട്ട് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണ് അല്ലേ. ഇപ്പോൾ 1021 EMIക്ക് അടുത്തായിട്ട് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് ഇന്ന് ഒരു ബ്രേക്ക് ഔട്ട് സാധ്യതയും ഇന്നൊരു ബ്രേക്ക് ഔട്ട് ചെയ്യാനും ഈ സ്റ്റോക്ക് നോക്കിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് സുമിത് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഒരു ബേസ് ഹോൾഡ് ചെയ്യുന്നിടത്തോളം തൽക്കാലം ഈ സ്റ്റോക്ക് സേഫാണ്. 1900 എന്നുള്ളൊരു റേഞ്ച് ഹോൾഡ് ചെയ്യുന്നിടത്തോളം ഈ സ്റ്റോക്ക് സേഫായിട്ട് നിൽക്കും. ആൻഡ് 2449 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഒരു ഹയർ സൈഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാനും സാധ്യതയുണ്ട്. സോ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ആൻഡ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റും ഇടാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതേപോലത്തെ നല്ല കമ്പനികളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.